ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സെഷനാണ്. അപ്പോൾ എല്ലാവരും ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. 20 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, whenever I go swimming, I end up with dash earache, which always causes me to get dash headache. ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇവിടെ എന്തായിരിക്കും വരിക? ഡാഷ് ഇയറേക്കും ഡാഷ് ഹെഡേക്കും. പറഞ്ഞോളൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ഇയറേക്കിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട. അതേസമയം ഹെഡേക്കിന് മുമ്പിൽ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓർത്ത് വെച്ചേക്കണേ, ഇയറേക്കിന് മുമ്പിൽ ആർട്ടിക്കിൾ വേണ്ട, ഹെഡേക്കിന് മുമ്പിൽ ആർട്ടിക്കിൾ വേണം. ഓക്കെ ആണല്ലോ. അടുത്ത വാക്ക് നോക്കാം. ഓണറസ് ആണ് കേട്ടോ. ഓണറസിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള സിനോണിംസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് SSCയിൽ ചോദിച്ചിട്ടുള്ള പല സിനോണിംസ് ആണ് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഒരു PSCയുടെ ട്രെൻഡ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന സിനോണിംസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓണറസ് മീൻസ് എന്താ? നീഡിങ് ടു ഗെറ്റ് എഫേർട്ട് ആണ്, നല്ല എഫേർട്ട് കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഓണറസ്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണർത്തുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാം അല്ലെ. ചില ആൾക്കാർ എത്ര വിളിച്ചാലും അവർ ഉണരില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പൊ നമ്മൾ നല്ല എഫേർട്ട് കൊടുത്തിട്ട് അവരെ ഉണർത്തേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോ ഓണറസ് ഇറ്റ് മീൻസ് നീഡിങ് ടു ഗെറ്റ് എഫേർട്ട്. അടുത്ത ചോദ്യം നോക്കാം. ദ പേഴ്സൺ ഹു ടോട്ട് മീ യോഗ ലിവ്സ് ഇൻ UK. അപ്പൊ ഇതിനകത്ത് ഹു ടോട്ട് മീ യോഗ എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ ആഡ്വർബ് ക്ലോസ് ആണോ എന്ന് പറഞ്ഞേ. ഏതാ? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു സെന്റൻസ് നോക്കിയേ, ദ പേഴ്സൺ. ഈ പേഴ്സണെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു ക്ലോസ് ആണ് ഇത് അല്ലെ. ദ പേഴ്സൺ, ഇയാളാണ്. ഹു ടോട്ട് മീ യോഗ, ഇയാളാണ് എന്നെ യോഗ പഠിപ്പിച്ചത്. ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന ഒരു ക്ലോസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഭാഗം. അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ, ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റ് വേണം, അതേപോലെ തന്നെ ഒരു ക്രിയയും വേണം കേട്ടോ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൂ ആണ്, ക്രിയ എന്ന് പറയുന്നത് ടോട്ട് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ അഡ്ജക്റ്റീവ് ഫ്രം ദി ഫോളോയിങ്. ഇവിടെ നമുക്ക് 4 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സെന്റൻസുകളിലാണ് അഡ്ജക്റ്റീവ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ആദ്യത്തെ സെന്റൻസിൽ മാത്രം, പിന്നെ 1 and 3 1 and 2 സെന്റൻസുകളിലുണ്ട്, അതുപോലെ തന്നെ 1, 3, 4 അഡ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞേ. ആൻസർ 1 and 3 ആണ് കേട്ടോ. 1 and 3, അതായത് ഇതിനകത്തും അഡ്ജക്റ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ഇതും അഡ്ജക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഹി ഈസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹി ഈസ് ഫാസ്റ്റ്, അവനാണ് ഫാസ്റ്റ് അല്ലെ. അപ്പൊ അവനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഫാസ്റ്റ്. അപ്പൊ ഫാസ്റ്റ് എന്താ? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? അടുത്ത സെന്റൻസ് നോക്കാം. ഹി റാൻ ഫാസ്റ്റ്. ഓക്കെ, ഹി റാൻ ഫാസ്റ്റ്. ഇവിടെ ഫാസ്റ്റ് എന്തിനെ വിശേഷിപ്പിക്കുന്നത്? അവനെയാണോ വിശേഷിപ്പിക്കുന്നത്? അല്ല, അവന്റെ ഓട്ടത്തെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഓട്ടം എന്ന് പറഞ്ഞാൽ, റാൻ എന്ന് പറഞ്ഞാൽ ഇത് വെർബാണ്. ആ വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ എന്താ പറയാ? ആഡ്വർബ് എന്നാ പറയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ആഡ്വർബ് ആണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒപ്പം അതും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ്വർബ് ആണ്. ഫാസ്റ്റ്ലി എന്ന് നമ്മൾ പറയില്ല കേട്ടോ, തെറ്റായ പ്രയോഗമാണ്. ഓക്കെ, മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ. ഹി ഈസ് എ ഫാസ്റ്റ് റണ്ണർ. ഇവിടെ റണ്ണർ എന്ന് പറയുന്നത് എന്താ? ഒരു നൗൺ ആണ് അല്ലെ. അല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു മീനിങ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഒരു റണ്ണർ ആണ്. അപ്പൊ ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ഫാസ്റ്റ്. അപ്പൊ അതെന്തായിരിക്കും? അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ 1ഉം 3ഉം അഡ്ജക്റ്റീവ് ആണ്, നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 4ാമത്തെ സെന്റൻസ് നോക്കാം. ദേ ഫാസ്റ്റ് ഓൺ മൺഡേ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാല് നോയമ്പ് എടുക്കുക എന്നൊക്കെ ഒരു മീനിങ് അല്ലേ. അപ്പൊ അത് ക്രിയയാണ് കേട്ടോ, അത് വെർബാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? 1ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. There are several medications that can be used to treat dash malaria. ആൻസർ എന്താ വരുന്നത്? ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. അതായത് രോഗങ്ങളുടെ പേരിനൊപ്പം നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ മലേറിയ ഒരു ഡിസീസിന്റെ പേരാണ്, അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട, നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്യാൻ യു പ്ലേ ഡാഷ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? ഐ പ്ലേ ഡാഷ് പിയാനോ ആൻഡ് ഡാഷ് ഗിറ്റാർ. ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്യാൻ യു പ്ലേ ഡാഷ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരിക? എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ആയിരിക്കും വരിക. ഒരു ഇൻസ്ട്രുമെന്റിന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ആയിരിക്കും വരിക.
ഐ പ്ലേ ഡാഷ് പിയാനോ ആൻഡ് ഡാഷ് ഗിറ്റാർ. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? നമ്മളിപ്പോൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുക, വായിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ വരുമ്പോൾ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പേരിന് മുമ്പിൽ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും ദ, ഇവിടെയും ദ, കേട്ടോ. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? എ ദ ദ, അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തൊരു സിനോണിം ആണ് കേട്ടോ, മിഷ്മാഷ്. ഒരു എസ് എച്ചും കൂടി ഉണ്ട് കേട്ടോ. മിഷ്മാഷിന്റെ സിനോണിം എന്താണ്? ആൻസർ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, മിഷ്മാഷ് ഇറ്റ് മീൻസ് കൺഫ്യൂഷൻ. എങ്ങനെ ആലോചിക്കുന്നേ? നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പഠിപ്പിന്റെ കാര്യം തന്നെയാണെന്ന് വിചാരിച്ചോ. ഒരു മിസ്സും ഒരു മാഷും പല രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, സെയിം കണ്ടന്റ് തന്നെ പല രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കില്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം, മിസ്സും മാഷും ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മിഷ്മാഷ് സിനോണിം ഇറ്റ് മീൻസ് കൺഫ്യൂഷൻ. ഓക്കെ, SSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ, കൺഫ്യൂഷൻ. അടുത്ത ചോദ്യം, ഹൂ സ്റ്റോൾ യുവർ പെൻ? ഇതിനെ നമ്മൾ പാസീവിലേക്ക് ആക്കണം. അപ്പൊ ഇതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ PSCയുടെ ഒരു ട്രെൻഡ് ആണ് കേട്ടോ. ഇതേപോലത്തെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. ഇതിനെ നമ്മൾ എന്താക്കണം? പാസീവിലേക്ക് ആക്കണം. ഈ കൊടുത്തിട്ടുള്ള ആക്റ്റീവ് ആണ്. പറഞ്ഞോളൂ, എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. ഓക്കെ, ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസറിലേക്ക് വന്നേ? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ആക്റ്റീവ് വോയിസ് ആണ് ഇതിനെ പാസീവിലേക്ക് ആക്കണ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ആക്റ്റീവിനകത്ത് ഏത് ടെൻസ് ആണോ അതേ ടെൻസ് തന്നെയായിരിക്കും പാസീവിനകത്തും വരിക, അല്ലേ? അപ്പൊ നമുക്കറിയാം സ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. സ്റ്റീലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റോള്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റാം, കാരണം ഇത് ഇത് പാസ്റ്റ് അല്ല, പ്രസന്റ് ആണ്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇനി നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് വരിക? അപ്പോൾ ശ്രദ്ധിക്കുക, ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കണ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണെങ്കിൽ പാസീവിനകത്തും എന്ത് രൂപത്തിലായിരിക്കണം? ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ രൂപം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ്, ആർ യു സ്റ്റഡിങ്? ഓക്കെ, ആർ യു സ്റ്റഡിങ് ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ആർ യു സ്റ്റഡിങ്. അപ്പൊ ഇതെങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്? ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? ഒരു സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെയാണല്ലോ അതിന്റെ ഫോർമാറ്റ്. മനസ്സിലായല്ലോ? ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇനി ഇതേപോലെ ഓക്സിലറി വെർബ് ആദ്യം വരണം. ഇനി ഈ രണ്ട് സെന്റൻസുകൾ നോക്കിയേ, ഇതിനകത്ത് ബൈ ഹും ബൈ ഹും. ഓക്കെ, ഇനി ആദ്യം വരേണ്ടത് എന്താ? ഓക്സിലറി വെർബാണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വെർബ് വരണം. അപ്പൊ ഇതിനകത്ത് ഓക്സിലറി വെർബ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതിനകത്താണ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ ഹൂ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ബൈ ഹൂം വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇതിപ്പം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ നമ്മുടെ റൂള് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. അത് നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ കിട്ടിയല്ലോ, ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. അടുത്ത ചോദ്യം, ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ് എന്താണ് വരുന്നത്? ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ആൻസർ ഡൗട്ട് ആണ് കേട്ടോ, ഡൗട്ട് ആണ്. അതായത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ചില ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും അവർ പല കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ല നമുക്ക് കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഓക്കെ, ഇനി എങ്ങനെയാ ആലോചിക്കുന്നത്? അപ്പൊ നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഇപ്പൊ കറീനകത്ത് സോൾട്ട് ഇട്ടോ ഇല്ലേ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്, ഇറ്റ് മീൻസ് ഡൗട്ട് കേട്ടോ. അടുത്ത ചോദ്യം, സ്പോട്ട് ദി എറർ ഇഫ് എനി. ഇതിനകത്ത് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഞാനൊന്ന് നമ്പർ കൊടുത്തേക്കട്ടെ. ഹി ഹാസ് ലോസ്റ്റ് ഓൾ വാട്ട് ഐ ഗേവ് ഹിം, നോ എറർ. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവിടെയാണ് തെറ്റ്. ഹി ഹാസ് ലോസ്റ്റ് ഓൾ വാട്ട് അല്ല, ഓൾ ദാറ്റ് എന്ന് പറയണം കേട്ടോ. ഓളിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദാറ്റ് ആണ്, വാട്ട് അല്ല. ഓർത്ത് വെച്ചേക്കാം. ഹി ഹാസ് ലോസ്റ്റ് ഓൾ ദാറ്റ് ഐ ഗേവ് ഹിം. അടുത്ത ചോദ്യം നോക്കാം. ഓൾ ഓഫ് ദം ട്രൈഡ് ഹാർഡ് ടു ഡാഷ് ദി ഫയർ. ആൻസർ എന്തായിരിക്കും വരിക? പുട്ട് ഔട്ട് ആണോ, പുട്ട് ഓഫ് ആണോ, പുട്ട് എവേ ആണോ, പുട്ടപ്പ് ആണോ? വേഗം പറഞ്ഞോ. ഓൾ ഓഫ് ദം ട്രൈഡ് ഹാർഡ് ടു ഡാഷ് ദി ഫയർ. ആൻസർ പുട്ട് ഔട്ട് ആണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അണയ്ക്കുക, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, കെടുത്തുക, തീ അണയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് പുട്ട് ഔട്ട് കേട്ടോ. പുട്ട് ഓഫ് പലരും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ ചെയ്യുക. എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, പോസ്റ്റ്പോൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രേസൽ വെർബിന്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദ ഫാമിലി സോ പുവർ ദാറ്റ് ദേ ഹാവ് ഡാഷ് ലിറ്റിൽ മണി ഫോർ ഫുഡ് ഓർ എഡ്യൂക്കേഷൻ. ഇവിടെ എന്താ വരുന്നത്? ദ ആണോ, എ ആണോ, എനി ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, എന്തുകൊണ്ടാ? ഇവിടെ നോക്കിയത് ഫാമിലി സോ പുവർ, അവർ ഭയങ്കര ദരിദ്രരാണ്, അല്ലെ? അവരുടെ കയ്യിൽ കാശൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലല്ലേ പറയുന്നത്. ഫുഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് കാശൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ലിറ്റിൽ അല്ലേ? ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ?
നെഗറ്റീവ് രീതിയിലാണ് പറയുന്നത്, ഒന്നുമില്ല എന്നുള്ളൊരു മീനിങ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുണ്ട്. എ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട, നോ ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഇസ് ദാറ്റ് കണ്ടീഷൻ ഓഫ് ഡാഷ്? ഹിസ് ആണോ, യുവർ ആണോ, ദെം ആണോ, ഹെർ ആണോ? ആൻസർ ഹിസ് ആണ്. എങ്ങനെ ആൻസറിലേക്ക് എത്തിയേ? ഇവിടെ നമ്മുടെ ഡാഷ് ലാസ്റ്റ് ആണ് അല്ലെ. ഡാഷ് ലാസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും ഫില്ല് ചെയ്യേണ്ടി വരിക? പൊസീവ് പ്രോനൗൺ ആണ്. പൊസീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഏതൊക്കെയാ? ഹിസ് ഉണ്ട്, ഹേഴ്സ് ഉണ്ട്, യുവേഴ്സ് ഉണ്ട്, ഒരു എസ് വരുന്നുണ്ട് കേട്ടോ, ദയേഴ്സ് ഉണ്ട്, പിന്നെ മൈൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, 4 ഓപ്ഷൻ നോക്കിയിട്ട് പറഞ്ഞേ, ഹിസ് അല്ലേ വരുന്നത്. യുവർ എന്ന് പറയുന്നത് പൊസീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഹിസ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക, പൊസീവ് പ്രോനൗൺ ഏതാണ്, പൊസീവ് അഡ്ജക്റ്റീവ് ഏതാണെന്നൊക്കെ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹീസ് എ മാൻ ഐ ആം ലുക്കിംഗ് ഡാഷ്. ഹീസ് എ മാൻ ഐ ആം ലുക്കിംഗ് ഫോർ. ഈ ഒരാളെയാണ് ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചേ എന്ന് പറയുമ്പോൾ ലുക്കിംഗ് ഫോർ എന്നാണ് പറയുക കേട്ടോ, ലുക്കിംഗ് ഫോർ. അടുത്ത ചോദ്യം നോക്കാം. ഓഫ് ദ 2 സിസ്റ്റേഴ്സ് അഞ്ജലി ഈസ് ദ ഡാഷ്. പറഞ്ഞേ, മോർ വൈസർ ആണോ, വൈസിസ്റ്റ് ആണോ, വൈസർ ആണോ, മോസ്റ്റ് വൈസിസ്റ്റ് ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. അഞ്ജലി ഈസ് ദ വൈസർ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, പലരും പിന്നെയും തെറ്റിക്കുന്നുണ്ടാവും. ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ അല്ലെ, ഓഫ് ദ 2 സിസ്റ്റേഴ്സ് ആണ്. രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ദ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളും അതിനുശേഷം കമ്പാരിറ്റീവ് ഫോം ആയിട്ടുള്ള വൈസറും യൂസ് ചെയ്യാം. മനസ്സിലായോ? അല്ലാതെ ഇവിടെ ദ കണ്ടു കഴിയുമ്പോൾ ദയ്ക്ക് ശേഷം നമ്മൾ സൂപ്പർലേറ്റീവ് അല്ലേ യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ആ ഒരു ആൻസറിലോട്ട് പോകരുത് കേട്ടോ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോം. ഓക്കെ, 3ഓ അതിൽ കൂടുതലോ വരുമ്പോഴാണ് നമ്മൾ ഈ ദയ്ക്ക് ശേഷം സൂപ്പർലേറ്റീവ് ഫോം യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ദ വൈസർ ആണ് കേട്ടോ. ഐ വുഡ് റാദർ യു ഡാഷ് അനദർ ടൈം. ആൻസർ എന്തായിരിക്കും? പറഞ്ഞു തന്നെ. ഐ വുഡ് റാദർ യു ഡാഷ് അനദർ ടൈം. ആൻസർ സെയിം ആണ്. അപ്പൊ വുഡ് റാദറിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ് കമ്മല്ലേ വരണ്ടേന്നും പറഞ്ഞ് കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും. ശ്രദ്ധിക്കുക, വുഡ് റാദറിന് ശേഷം ഇവിടെ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. വുഡ് റാദറിന് ശേഷം നേരിട്ട് ഡാഷ് ആണോ? അല്ല, ഇവിടെ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം എപ്പോഴും V2 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക. എന്തായിരിക്കും വരിക? V2 ഫോം ഓഫ് ദി വെർബ്, അതായത് കമ്മ്, കേം അല്ലെ. V2 എന്ന് പറഞ്ഞാൽ കേം ആണ് വരിക. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, വെറുതെ വുഡ് റാദറിന് ശേഷമാണെങ്കിൽ ബേസ് ഫോമും വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ V2 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. അടുത്ത ചോദ്യം. ഐ പ്രിഫർ ഡാഷ് ടു സൈക്ലിംഗ്. ഓക്കെ, ഐ പ്രിഫർ വാക്കിംഗ് ടു സൈക്ലിംഗ് ആണ്. അതായത് പ്രിഫറിന് ശേഷം നമ്മൾ ക്രിയയുടെ ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഐ പ്രിഫർ വാക്കിംഗ്, പിന്നെ ടു നമ്മൾ യൂസ് ചെയ്യും, പ്രിഫർ ടു നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ക്രിയ ആണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ക്രിയയുടെ ഒപ്പം ING കൂട്ടിയിട്ട് പറയാം. അപ്പോൾ വാക്കിംഗ് ടു സൈക്ലിംഗ്. നെക്സ്റ്റ് വൺ. ഇഫ് യു ത്രോ എ പീസ് ഓഫ് വുഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഡാഷ്. ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇഫ് ക്ലോസിന്റെ ആണ്. ഇഫ് യു ത്രോ എ പീസ് ഓഫ് വുഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഡാഷ്. ആൻസർ ഇറ്റ് ഫ്ലോട്ട്സ് ആണ് അല്ലെ. എന്തുകൊണ്ടാ? പലരും വിചാരിക്കുന്നുണ്ടാവും ഇഫ് ഉണ്ടല്ലോ, പിന്നെ V1 ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ വിൽ ഫ്ലോട്ട് അല്ലേ വരണ്ടേന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ശ്രദ്ധിക്കുക, ഇതെന്താ, ഇതൊരു ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ആണെങ്കിൽ 0 കണ്ടീഷൻ ആണ് അല്ലെ. ട്രൂത്തോ അല്ലെങ്കിൽ ഫാക്റ്റ് ആണെങ്കിൽ നമ്മളിപ്പോ ഒരു വുഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വില്ലോ വുഡോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ കൊടുക്കുക. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഫ്ലോട്ട്സ് ആണ് വരിക. ഓക്കെ, ഡാഷ് ദി ബോക്സ് ദർ. ലേഡ് ആണോ, ലൈ ആണോ, ലേ ആണോ, ലെയിൻ ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. ഡാഷ് ദി ബോക്സ് ദർ. ആൻസർ ലേ ആണ് അല്ലെ. ലേ ആണ്, ലേ ദ ബോക്സ് ദർ. എന്തുകൊണ്ടാണ് ഈ ആൻസർ ആയേ? ഇവിടെ ശ്രദ്ധിക്കുക, ലേ, പിന്നെ ലേഡ്, പിന്നെ തേർഡ് ഫോം ലേഡ് തന്നെ കേട്ടോ, ലേഡ് തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് പാസ്റ്റിനെ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് ആയിട്ടുള്ള ലേ എടുക്കുകയാണ് കേട്ടോ. ലേ ദ ബോക്സ് ദർ, അവിടെ ആ ബോക്സ് വെച്ചോളൂ എന്നുള്ളൊരു മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ലൈ ആണെങ്കിൽ ലേ, പിന്നെന്താ വരിക? ലെയിന് വരും. ഓക്കെ, ഇത് ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ അത് വരികയാണെങ്കിൽ ലൈയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടും ലേ വരും. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ലേ ആൻസർ ആയിട്ട് എടുത്തത്. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഡി ഫാക്ടോ. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ഫാക്ട് അല്ലെങ്കിൽ ഇൻ ഫാക്ട് ആണ് കേട്ടോ. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ ഇൻ ഫാക്ട്. ഇൻ ദ ലോ എന്ന് പറഞ്ഞാൽ ഡി ജൂർ ആണ്. അപ്പൊ അതല്ല. എൻജോയ് ദ പ്രസന്റ് ഡേ എന്ന് പറഞ്ഞാൽ കാർപ്പെ ഡയം ആണ്. അതല്ല. ഫോർ ദ സ്പെഷ്യൽ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ഹോക്ക് ആണ് കേട്ടോ.
അപ്പൊ കിട്ടിയോ? പഠിച്ചോ? അപ്പൊ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 20 ക്വസ്റ്റ്യൻസ് വെറുതെ സെലക്ട് ചെയ്തിട്ടുള്ളതല്ല, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് വരാൻ ചാൻസ് ഉള്ള മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ആണോ ടഫായിട്ട് തോന്നുന്നത് ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നന്നായിട്ട് പഠിച്ചോളൂ. ബൈ.